കൽപ്പറ്റയിലെ MK ജിനചന്ദ്രൻ സ്മാരക സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഒരു അപൂർവ സംഗമം നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പല കാലങ്ങളായി ബൂട്ടണിഞ്ഞ ഫുട്ബോൾ താരങ്ങളാണ് ഇവിടെ ഒത്തുചേർന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ് ഫുട്ബോൾ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഒത്തുചേരൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിലൂടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എത്തിയ താരങ്ങളാണ് വീണ്ടും ബൂട്ടണിഞ്ഞത്. വിക്ടർ മഞ്ഞില, യു ഷറഫ് അലി, സുശാന്ത് മാത്യു തുടങ്ങി പല തലമുറയിൽപ്പെട്ട 90-ലധികം താരങ്ങളാണ് വയനാട്ടിൽ ഒത്തുചേർന്നത്. പഴയ താരങ്ങൾ ആവേശത്തോടെ മൈതാനത്തിറങ്ങിയപ്പോൾ മത്സരത്തിനും വാശിയേറി. സുശാന്ത് മാത്യുവും KF ബെന്നിയും ഉൾപ്പെട്ട ടീം 2-1 എതിർ ടീമിനെ പരാജയപ്പെടുത്തി. സുശാന്ത് 2 ഗോളുകൾ നേടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ് ഫുട്ബോളേഴ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ്. കാരണം അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പ് നേടിയത് 1971 അന്ന് ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ആദ്യം നേടുന്ന സമയത്ത് കേരളത്തിലാദ്യത്തെ ടീമാണ്. ആ ടീമിൻ്റെ ഗോൾ കീപ്പറും കോച്ചും കൂടിയായിരുന്നു ഞാനായിരുന്നു. അപ്പോൾ അതാണ് തുടക്കം. അതിനുശേഷം പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പലതവണ 18 അല്ല 20-22 തവണ നമ്മൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പായി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിരിയുന്നത് വരെ 7 വർഷം അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും 3-4 വർഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ടീമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. ഒരുപാട് കളിക്കാരെ 10-15 ഇന്ത്യൻ കളിക്കാരുണ്ട്, 10-50 സന്തോഷ് ട്രോഫി സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മീനങ്ങാടി വെച്ചിട്ടൊരു കിഡ്സ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിരുന്നു. അതിൽ 12 ടീമുകൾ പങ്കെടുത്ത ടൂർണമെൻ്റ് ആയിരുന്നു ഇത്. എല്ലാ വർഷവും ഞങ്ങൾ പല ഡിസ്ട്രിക്റ്റുകളിലും ഇങ്ങനെ കിഡ്സിന് ടൂർണമെൻറ്റും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ അതേപോലെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. മത്സരത്തിന് ശേഷം നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം വിക്ടർ മഞ്ഞില ഉദ്ഘാടനം ചെയ്തു. 1994 സ്ഥാപിച്ച അസോസിയേഷനിൽ 600-ലധികം അംഗങ്ങളുണ്ട്. ഫുട്ബോൾ ക്യാമ്പുകളും ടൂർണമെന്റുകളും സംഘടിപ്പിക്കുന്നതിന് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ നമ്മുടെ കൂടെയുണ്ട്. കമൽ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം അത് നമ്മുടെ ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയ ഓളം അത് എത്രയാണ് എന്നുള്ളത് കായിക പ്രേമികൾ ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ ഇപ്പോൾ ബൂട്ടണിഞ്ഞ ഓരോരുത്തരും അല്ലെങ്കിൽ ആ ടീമിനെ വളർത്തിയെടുത്ത അതിന്റെ എല്ലാമായ ആൾക്കാർ അവർ വീണ്ടും ബൂട്ടണിഞ്ഞു, മൈതാനത്തിറങ്ങി. അത് വേറെ ലെവൽ ഒരു ആവേശമായി മാറിയല്ലേ വീണ്ടും? ഒരുപക്ഷെ പുതിയ തലമുറയിലെ കായിക പ്രേമികൾക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷേ പഴയ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം തന്നെയായിരുന്നു കേരള ടീം. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിരുന്ന 7-8 കളിക്കാർ അതേ വർഷം തന്നെ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും മികച്ച ടീമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേത്. പലതവണ അഖിലേന്ത്യാ ചാമ്പ്യന്മാരും സൗത്ത് സോൺ ചാമ്പ്യന്മാരുമായി. ആദ്യമായി അഖിലേന്ത്യാ ചാമ്പ്യന്മാരായപ്പോൾ ടീമിൻ്റെ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്നു വിക്ടർ മഞ്ഞില. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരാണ് വയനാട്ടിൽ ഈ സംഗമത്തിലും പ്രദർശന മത്സരത്തിലുമൊക്കെ പങ്കെടുത്തത്. അന്ന് പരിശീലകനായിരുന്ന 30 വർഷത്തോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൻ്റെ പരിശീലകനായിരുന്ന ഉസ്മാൻ ഗോയയുടെ താല്പര്യപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു അസോസിയേഷൻ രൂപം കൊള്ളുന്നതും ഇത്തരത്തിൽ എല്ലാ വർഷവും വാർഷിക ജനറൽ ബോഡിയും സംഗമവും ഒക്കെ നടക്കുന്നതും. പല തലമുറയിൽപ്പെട്ട കളിക്കാരാണ് ഒത്തുകൂടിയത്. ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ കൊണ്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഏതാണ്ട് 15ഓളം കളിക്കാരുടെ കുടുംബത്തിന് സഹായം നൽകി. അതുപോലെ ഫുട്ബോൾ ക്യാമ്പുകളും മത്സരങ്ങളും ഒക്കെ ഈ അസോസിയേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. പല തലമുറയിൽപ്പെട്ട ഇന്ത്യൻ താരങ്ങളടക്കമാണ് ഇതിലുള്ളത്. വിക്ടർ മഞ്ഞിലയുണ്ട്, പ്രശസ്തനായ ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം. അവസാന ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഏറെ അറിയുന്ന സുശാന്ത് മാത്യുവിനെ പോലുള്ള കളിക്കാരും അസോസിയേഷന്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് വന്നവരാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ ആവേശമായവരാണ്. ആ ക്ലബിനെ ആ ടീമിനെ അതേപോലെ മുന്നോട്ട് നയിച്ചവരാണ്. നമ്മുടെയൊക്കെ അഭിമാനമായവരാണ്. അങ്ങനെ പല തലമുറയിൽ നിന്നുള്ളവരെല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് വന്ന ഒരു അപൂർവ സംഘവുമായിരുന്നു. അങ്ങനെ ഒരു കിഡിലൊരു ആവേശ മത്സരവും കൂടി അവിടെ ഉണ്ടായിരുന്നു. ശരി കമൽ.